അതിന് കാരണം കാര്യം നിങ്ങൾ തന്നെ. അറിഞ്ഞുകൊണ്ട് ആരെയും ചതിക്കരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നടക്കുന്നവനായ ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ വലിയൊരു ചതിയനായി മാറി. നിങ്ങളുടെ ദുഷ്ട ചോരയല്ലേ എന്റെ ശരീരത്തിൽ ഒഴുകുന്നത്. ഞാൻ പിന്നെങ്ങനെ ചതിയനാവാതിരിക്കുന്നത്? പൂജാമുറി മാത്രമല്ല, അടുക്കളയിലും വന്നു കയറിയ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവണം. അതെ, അത് വേണം. ഏട്ടത്തിയമ്മ വാ, നമുക്ക് അടുക്കളയിലേക്ക് പോവാം. നടക്ക്. ഗിരി, എന്താ ലീലിച്ചി? ഞങ്ങളെ പാറുവിന് അടുക്കളയെന്ന് പരിചയപ്പെടുത്താൻ പോവാ. അല്ല, അതൊക്കെ വേണോ? വേണം വേണം. പുതുപ്പെണ്ണിനെ കൊണ്ട് അടുപ്പ് കത്തിക്കുന്ന ഒരു ചടങ്ങാ. അത് ഇന്ന് തന്നെ വേണം. അല്ല ലീലിച്ചി, നിനക്കെന്തറിയാം? വാ. വാ. ദേ നോക്ക്. വാ മോളെ, നിലവിളക്കിന്നൊരു തിരിയെടുത്ത് അടുപ്പ് കൊളുത്ത്. പാറുവിന് അടുപ്പ് കത്തിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. പടനിലത്തും ഗ്യാസ് സ്റ്റവ് അല്ലേ, അതുപോലും പാറു കത്തിച്ചിട്ടുണ്ടാവില്ലല്ലേ? അത് അടുപ്പ് കത്തിക്കാൻ എന്തിനാണ് എക്സ്പീരിയൻസ്? വിളക്കിന്നൊരു തിരിയെടുത്ത് അടുപ്പിലേക്ക് അങ്ങ് വെച്ചാ മതി, അത് കത്തിക്കോളൂ. ആ ദേ കർപ്പൂരം കൂടെ വെച്ചിട്ടുണ്ട്. പാറു, തിരിയെടുക്കും മോളെ. ചെല്ല, കത്തിക്ക്. നീ കത്തിക്ക് പാറു. ആ ആരെയും ആകർഷിക്കുന്ന ഇവളുടെ സംസാരവും ചിരിയും കുറുമ്പും എല്ലാം എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. തൻ്റെ അച്ഛൻ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, പക്ഷെ പാർവതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞാൻ മാത്രമായിരിക്കും.
പാല് കിഴക്കോട്ടാ തിളച്ചു തൂവിയത്. ഐശ്വര്യത്തിന്റെ ലക്ഷണ. പാറു ഈ വീടിന്റെ ഐശ്വര്യലക്ഷ്മി തന്നെ. പാറു നീ വന്നേ. ഇന്ന് ഞാൻ നാണം കെട്ടു. അതിന് കാരണം കാര്യം നിങ്ങൾ തന്നെ. അറിഞ്ഞുകൊണ്ട് ആരെയും ചതിക്കരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ച് നടക്കുന്നവനായ, പക്ഷെ ഇന്ന് ഞാൻ വലിയൊരു ചതിയനായി മാറി. നിങ്ങളുടെ ദുഷിച്ച ചോരയല്ലേ എന്റെ ശരീരത്തിൽ ഒഴുകുന്നത്. ഞാൻ പിന്നെങ്ങനെ ചതിയനാവാതിരിക്കുന്നത്? നിന്റെ കല്യാണ കാര്യത്തിലൊരു തീരുമാനമായെന്ന് കൂട്ടിക്കോ. നിനക്ക് പറ്റിയൊരു പെണ്ണുണ്ട്, നല്ല സുന്ദരി കൊച്ച. സാമ്പത്തികമായിട്ടും വലിയ കുഴപ്പമില്ല. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്, പെണ്ണൊന്ന് ഒളിച്ചോടിയതാ. പിന്നെ നിന്റെ കുടുംബത്തെ സംബന്ധിച്ച് അതൊരു കുറവല്ലല്ലോ. ഏട്ടാ, എന്താ മോളെ? ഏട്ടനെന്താ ഇവിടെ വന്ന് നിക്കണേ? ഞാൻ വെറുതെ ഏട്ടനെ തനിച്ചൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ.